നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ കഴിഞ്ഞ 23-ാം തീയതി നടന്ന ഫീൽഡ് വർക്കർ പരീക്ഷയുമായി ബന്ധപ്പെട്ട അവലോകനമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 10th മെയിൻ പരീക്ഷകളിൽ പ്രധാനമായും ഉൾപ്പെട്ടിരുന്നത് 5 പരീക്ഷകളായിരുന്നു. അവ യഥാക്രമം LDC, LGS, സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ്, സപ്ലൈകോയിലേക്കുള്ള അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഫീൽഡ് വർക്കർ, ഇങ്ങനെയുള്ള 5 തസ്തികകളാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. ഈ 5 തസ്തികകളുടെ പരീക്ഷകളും പൂർത്തിയായിരിക്കുന്നു. അതിൽ അവസാനത്തെ തസ്തികയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഫീൽഡ് വർക്കർ തസ്തിക. ഇതിനോടനുബന്ധിച്ച് തന്നെ 2 തസ്തിക കൂടി ഉണ്ട്. അത്ര അധികം ഇമ്പോർട്ടൻ്റ് അല്ല. അംഗനവാടി ജീവനക്കാർക്കുള്ള ICDS സൂപ്പർവൈസർ തസ്തിക, ബൈൻഡർ ഗ്രേഡ് 2 തസ്തിക. അത് രണ്ടിൻ്റെയും ഒരെണ്ണത്തിൻ്റെ പരീക്ഷ കഴിഞ്ഞു. ഒന്നിൻ്റെ പരീക്ഷ 2 ദിവസത്തിനുള്ളിൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ 5 പ്രധാന തസ്തികയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പരീക്ഷ എഴുതിയ, ഏറ്റവും കൂടുതൽ ആളുകൾ പരീക്ഷ എഴുതാൻ യോഗ്യരായ മെയിൻ പരീക്ഷകളാണ് ആദ്യം പറഞ്ഞ 5 എണ്ണം. അതിൽ നവംബർ 20-ാം തീയതി LDC പരീക്ഷ കഴിഞ്ഞു, 27-ാം തീയതി LGS പരീക്ഷ കഴിഞ്ഞു. രണ്ടും വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഡിസംബർ 11, 12 തീയതികളിലായി സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് പരീക്ഷയും സപ്ലൈകോയിലേക്കുള്ള അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷയും കഴിഞ്ഞു. ഇതിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ അതുപോലെ തന്നെ LDC, LGS തസ്തികകൾ ജില്ലാതലത്തിലുള്ളതായിരുന്നു. സെക്രട്ടേറിയറ്റ് OA സംസ്ഥാന തലത്തിലുള്ളതായിരുന്നു. ഇപ്പോൾ നടന്ന ഫീൽഡ് വർക്കർ തസ്തികയും ജില്ലാ തലത്തിലുള്ളതാണ്. ഇനി ആ പരീക്ഷയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും ഒരു 20 ചോദ്യങ്ങൾ കറണ്ട് അഫെയർ വിഭാഗത്തിൽ നിന്നായിരുന്നു. 10 മാത്സ് ചോദ്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഫീൽഡ് വർക്കർ തസ്തികയുമായി ബന്ധപ്പെട്ട 10 ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. ഇതിൽ മാത്സ് ചോദ്യങ്ങൾ അല്ലെങ്കിൽ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി 2 വിഭാഗം കൂടി അടങ്ങിയിട്ടുള്ള 10 ചോദ്യങ്ങൾ കാര്യമായ ഒരു പരീക്ഷണം ആയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ബാക്കിയുള്ള ചോദ്യങ്ങളിൽ ഏതാണ്ട് ഒരു 10-15ഓളം ചോദ്യങ്ങൾ വളരെ എളുപ്പമുള്ളതായിരുന്നു. ഒരു പക്ഷേ പഴയ ശൈലിയിൽ, ഇപ്പോൾ നമ്മൾ അങ്ങനെയല്ലേ, പഴയ പാറ്റേൺ പുതിയ പാറ്റേൺ അങ്ങനെയാണല്ലോ പറയുന്നത്. ആ പഴയ പാറ്റേണിൽ ഉണ്ടായിരുന്ന LGSനെ പോലുള്ള തസ്തികൾക്കൊക്കെ വരുമായിരുന്ന വളരെ എളുപ്പമായിട്ടുള്ള ചോദ്യങ്ങൾ, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്, അങ്ങനെയൊക്കെ വരുന്ന വളരെ എളുപ്പമുള്ള കുറേ ചോദ്യങ്ങൾ, ഒരു 10-15ഓളം ചോദ്യങ്ങൾ വളരെ എളുപ്പമുള്ളതായിരുന്നു. ആർക്കും എഴുതാൻ പറ്റുന്ന രീതിയിൽ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. ആ ചോദ്യങ്ങൾ മാത്രം വിലയിരുത്തി പരീക്ഷ നല്ല എളുപ്പമായിരുന്നു എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. പക്ഷേ ഇതിനു മുമ്പ് നടന്ന LDC പരീക്ഷയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പം നിറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. പ്രസ്താവന ചോദ്യങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു 20ഓളം ചോദ്യങ്ങൾ, മികച്ച നിലവാരമുള്ള ചോദ്യങ്ങൾ ഇതിലുണ്ടായിരുന്നു. അതാണ് പ്രധാനമായും കട്ട് ഓഫ് മാർക്ക് നിർണ്ണയിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ പരീക്ഷയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ബുദ്ധിമുട്ടാണെന്ന് പറയപ്പെടുന്ന ചില ചോദ്യങ്ങളിലേക്ക് പോകാം. ചിലത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതായിരുന്നു. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ വിഭജിച്ചിരിക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏത് രീതിയിലാണ് എന്നുള്ളൊരു ചോദ്യമുണ്ടായിരുന്നു. ഡക്കാൻ പീഠഭൂമി, ഉത്തരമഹാസമതലം, ഹിമാലയം, തീരസമതലങ്ങൾ എന്നൊക്കെയുള്ള ഉത്തരങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, മാൾവ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പഠിച്ചിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ഇടയാക്കിയ ചോദ്യങ്ങളൊന്നായിരുന്നു ഇത്. പിന്നെ അടുത്തൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു ആശ്വാസ കിരണം പദ്ധതിയുടെ ഉപഭോക്താക്കൾ ആരാണ് എന്നുള്ളത്. ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്തത്തിൻ്റെ പേരെന്താണ് എന്നുള്ളത്. U. വിമൽകുമാർ 1992 ബാഴ്സലോണ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച ഇനം ഏതായിരുന്നു എന്നുള്ളത്. ഭൂമിയിലെ ജലസ്രോതസ്സിൽ ഭൂഗർഭജലത്തിൻ്റെ സാന്നിധ്യം എത്രയായിരുന്നു എന്നുള്ള ശതമാനക്കണക്കായിരുന്നു ഓപ്ഷനിൽ വന്നിരുന്നത്. KSEBയുടെ ഉടമസ്ഥതയിലുള്ള വൈദ്യുത പദ്ധതി ഏതായിരുന്നു എന്നുള്ളത്. അത് ഒക്കെ നോക്കുമ്പോൾ 4 ഓപ്ഷനിൽ പലതും KSEB ഉടമസ്ഥയിലുള്ളതാണ് എന്നറിയാമായിരുന്നു പലർക്കും. പക്ഷേ എല്ലാം KSEB ഉടമസ്ഥയിലുള്ളതായിരുന്നോ എന്നുള്ള കാര്യത്തിലായിരുന്നു ഉദ്യോഗാർത്ഥികളുടെ ഇടയിൽ ചെറിയൊരു സംശയം നിലനിന്നിരുന്നത്. ഇതോടൊപ്പം തന്നെ 2015 അർജുന അവാർഡ് നേടിയ വ്യക്തി ആര് എന്നുള്ളത്.
ഇത്രയും ചോദ്യങ്ങൾ അത്യാവശ്യം നല്ല നിലവാരമായിരുന്നു. അത് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന 1-2 ചോദ്യങ്ങളായിരുന്നു. ഡയഫ്രം എന്ന ശരീരഭാഗം ഏത് അവയവുമായി ബന്ധപ്പെട്ടതാണ്? ഒറ്റ നോട്ടത്തിൽ തന്നെ ആദ്യം വരുന്ന ഓപ്ഷനായിട്ടുള്ള ചെവി എഴുതിയവരാണ് ഭൂരിഭാഗവും. പക്ഷേ തൊട്ടപ്പുറത്ത് ഹൃദയം കിടക്കുന്നുണ്ട്, ശ്വാസകോശം കിടക്കുന്നുണ്ട്. ശരിയുത്തരത്തിലേക്ക് എത്തിയവരുടെ എണ്ണം വളരെ കുറവാണ് എന്ന് തന്നെ അനുമാനിക്കേണ്ടി വരും. അമ്പിളി ചിരിക്കും മാനത്ത്, തുമ്പ ചിരിക്കും താഴത്ത് എന്ന വരികൾ ആരുടേതാണ് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. ഇതിൽ ആദ്യത്തെ 2 ഓപ്ഷൻ നമ്മൾ ആദ്യം തന്നെ ഒഴിവാക്കാൻ കഴിയും. പക്ഷേ പിന്നീട് കുഞ്ഞുണ്ണി മാഷാണോ ONV കുറുപ്പാണോ എന്ന രീതിയിലുള്ളൊരു കൺഫ്യൂഷനിലേക്ക് എത്തും. ഉത്തരം ONV കുറുപ്പായിരുന്നു. കുഞ്ഞുണ്ണി മാഷ് പറയുന്നത് കുറച്ചും കൂടി ഒരു തമാശ രീതിയിലുള്ള വാക്കുകളായിരുന്നു. കുറച്ചുകൂടി അർത്ഥം നിറഞ്ഞ വരികളായിരുന്നു. അമ്പിളി ചിരിക്കും മാനത്ത്, തുമ്പ ചിരിക്കും താഴത്ത് എന്നൊക്കെയുള്ളത്. അത് ONVയുടെ വരികളാണ്. ഇത്രയുമായിരുന്നു പ്രധാന ചോദ്യങ്ങൾ. അതോടൊപ്പം തന്നെ ഫീൽഡ് വർക്കർ തസ്തികയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ടായിരുന്നു. ലോക ടോയ്ലറ്റ് ദിനം എന്നാണ്? ലോക കൊതുകു ദിനം എന്നാണ്? പകൽ സമയം കടിക്കുന്ന കൊതുകിനം ഏതാണ്? സ്ക്രബ് ടൈഫസ് രോഗത്തിന് പ്രത്യേകമായുള്ള ലാബോറട്ടറി പരിശോധന ഏതാണ്? എന്നൊക്കെയുള്ള ഫീൽഡ് വർക്കർ തസ്തികയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ. അതും അത്യാവശ്യം നിലവാരമുണ്ടായിരുന്നു. 10 ചോദ്യങ്ങളല്ലേ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ളൂ എന്ന് വെച്ചിട്ട് പരീക്ഷയ്ക്ക് പഠിക്കാതെ തന്നെ അലസമായ കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. എനിവേ എന്ത് തന്നെയായാലും ആ ഒരു പരീക്ഷ അവസാനിച്ചു. എല്ലാവരും ഒരു ആഘോഷത്തിൻ്റെ അവസ്ഥയിലാണ്. കാരണം സ്കൂളുകൾ, കോളേജുകൾ ഒക്കെ പൂട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. ഒരു അവധിക്കാലമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്മസ് അവധിക്കാലം ആരംഭിച്ചു. ഇനി ഈ ആഴ്ചയും കൂടി ക്രിസ്മസ് അവധികളാണ്. പഠനം എന്നുള്ളത് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഒരു സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ നല്ല യാത്രകളുടെയൊക്കെ ഒരു കാലമാണ് ഇപ്പോൾ വരുന്നത്. അതിനിടയിൽ തന്നെ നമുക്ക് ടെൻഷൻ അടുപ്പിക്കുന്ന രീതിയിൽ ഒമിക്രോൺ കേസുകളുടെ വർധനയും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കട്ട് ഓഫ് നിയമന സാധ്യതകളെ കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ 10th പ്രിലിംസിൻ്റെ മെയിൻ പരീക്ഷകളുടെ അവസാനത്തെ മെയിൻ പരീക്ഷയായിരുന്നു ഫീൽഡ് വർക്കർ എന്നുള്ളത്. ഇതിൻ്റെ നിയമന സാധ്യതകൾ പരിശോധിക്കുമ്പോൾ ചില ജില്ലകളിൽ ഓപ്പൺ കോമ്പറ്റീഷനിൽ 12 മുതൽ 98-99 വരെയൊക്കെയാണ് എടുത്തു കണ്ടിട്ടുള്ളത്. പൊതുവെയുള്ള നിയമനങ്ങൾ നോക്കുമ്പോൾ ഇത് ഓപ്പൺ കോമ്പറ്റീഷനാണ് പറഞ്ഞ് കുറച്ചും കൂടി ഉയരാൻ സാധ്യതയുണ്ട് എന്ന് വന്നാൽ കൂടിയും ഒരു 25-150 നിയമനങ്ങൾ ഒരുവിധം എല്ലാ ജില്ലയിലും നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കത്ര വലിയൊരു റാങ്ക് ലിസ്റ്റ് വരുമെന്നൊന്നും നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയില്ല. മുൻ നിയമനം അതായിരുന്നു എന്ന് വെച്ച് നമുക്കതിനനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ മുൻകാല നിയമനം അതായിരുന്നു എന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള ഒരു കട്ട് ഓഫ് മാർക്ക് നമുക്ക് പറയാവുന്നതാണ്. പ്രത്യേകിച്ചും പരീക്ഷാർത്ഥികൾ കുറവുള്ള, നിയമനം കുറവുള്ള ജില്ലകളായ പത്തനംതിട്ട, വയനാട്, ഇടുക്കി, കാസർഗോഡ് ജില്ലകൾ ഒരു 70 മാർക്കിനടുത്തും, കൂടുതൽ കോമ്പറ്റീഷൻ വരുന്ന തിരുവനന്തപുരം, കൊല്ലം, മലപ്പുറം, കോട്ടയം പോലുള്ള ജില്ലകളിൽ ഒരു 80 മാർക്കിനടുത്തും കട്ട് ഓഫ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒന്നുകൂടി പറയട്ടെ, ഇത് മുൻ വർഷങ്ങളിലുണ്ടായ നിയമനത്തെ മാത്രം അടിസ്ഥാനമാക്കി പറഞ്ഞതാണ്. 2019 വിളിച്ച ഈ തസ്തികയ്ക്ക് അതിന് ശേഷമാണ് നമ്മുടെ കോവിഡൊക്കെ വരുന്നത്. കോവിഡ് വന്നിട്ട് തടസ്സമില്ലാതെ നടന്നിരുന്ന 2 മേഖലകൾ, ഒന്ന് പോലീസും ഒന്ന് ആരോഗ്യ വകുപ്പുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പിൽ പ്രത്യേകിച്ചും ഇത്തരം വൈറസ് അറ്റാക്കുകൾ അല്ലെങ്കിൽ ഇതുപോലെ സൂക്ഷ്മജീവികളുടെ പ്രശ്നങ്ങളൊക്കെയുള്ള രോഗങ്ങൾ കൂടുതൽ നിറയുന്ന സമയത്ത് ഗവൺമെൻറ്റിന് ആ വകുപ്പുകളിലേക്കുള്ള നിയമനങ്ങൾ നടത്താതിരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സത്യം കൂടി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നിയമനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അത് കഴിഞ്ഞ വട്ടത്തേക്കാൾ ഒരുപാട് ഉയർന്നൊരു നിയമനമൊന്നും ആകാൻ സാധ്യതയില്ല. മാത്രമല്ല ഒരേ ആളുകൾ തന്നെ നേരത്തെ പറഞ്ഞ ഈ 5 ലിസ്റ്റുകളിലും ഉൾപ്പെടാൻ സാധ്യതയുള്ളതുണ്ട്. കാരണം ഒരേ പ്രിലിംസ് കഴിഞ്ഞ ആൾക്കാർ തന്നെയാണ് ഈ എല്ലാ ലിസ്റ്റുകളും എന്നുള്ളതുകൊണ്ട് ഇതിനേക്കാൾ ഉയർന്ന ഓപ്ഷനുള്ള ജോലികൾ കിട്ടിയാൽ അവർ പോകാൻ സാധ്യതയുണ്ട്. അതേപോലുള്ള ആളുകൾ തന്നെ പ്ലസ് ടുവിൻ്റെയും ഡിഗ്രിയുടെയും ഒക്കെ മെയിൻ പരീക്ഷകൾ വരാനിരിക്കുന്നു. ആ ലിസ്റ്റുകളിലും ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. NJD നിയമനങ്ങൾ ഒരുപാട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ വെച്ച് ഇത്തരം കാര്യങ്ങളെല്ലാം പരിഗണിച്ച് PSC ലിസ്റ്റ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി താഴേക്കുള്ളൊരു കട്ട് ഓഫ് വരാനുള്ള സാധ്യതയുണ്ട്.
അങ്ങനെ വരണം, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടണം എന്നുള്ളത് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. PSCയുടെ റാങ്ക് ലിസ്റ്റ് വിപുലീകരിക്കണം, അല്ലെങ്കിൽ PSC റാങ്ക് ലിസ്റ്റ് വിപുലീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ചെയ്തിരുന്നു. അതിനു മുമ്പ് തന്നെ ഈ മെയിൻ പരീക്ഷകളുടെ ഒരു തുടക്കകാലത്ത് തന്നെ പല പ്രധാനപ്പെട്ട യൂട്യൂബ് ചാനലുകളുടെയും താഴെ പോയി സ്ഥിരമായി കമൻറ്റ് ചെയ്യാമായിരുന്നു. കാരണം കൂടുതൽ ആൾക്കാരെ ശ്രദ്ധയിലേക്ക് പെടാൻ വേണ്ടി ആദ്യകാലത്തൊന്നും ആ കമൻറ്റുകളൊന്നും കാര്യമായി ആരും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ആസ്ഥ അക്കാഡമിയുടെ ഒരു ചാനലിൽ ഇതുപോലത്തെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചാനലിലും അതിനെക്കുറിച്ച് PSC റാങ്ക് ലിസ്റ്റുകൾ വിപുലീകരിക്കണം, കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. നല്ലൊരു പ്രതികരണമായിരുന്നു ലഭിച്ചത്. ഇപ്പോഴും നല്ല പ്രതികരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിനും ശേഷവും കൂടുതൽ ചാനലുകളിൽ ഈയൊരു തമ്പനയിൽ വന്നുകൊണ്ടുള്ള വീഡിയോകൾ വന്നില്ലെങ്കിലും ഒരുവിധപ്പെട്ട എല്ലാ ചാനലുകളും ഇതുപോലെയുള്ള കട്ട് ഓഫ് സാധ്യതകളും നിയമന സാധ്യതകളും ഒക്കെ പറയുന്ന സമയത്ത് ഒരേ ആളുകൾ തന്നെ എല്ലാ ലിസ്റ്റിലും വരും. NJD ഒരുപാട് വർദ്ധിക്കും. ഇത്തരം ഒരു കൂടുതൽ ആളുകളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ട് എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ സ്ഥിരമായി ഇപ്പോൾ പല ചാനലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾ മുഴുവൻ ഈ വാർത്ത ഏറ്റെടുത്തിട്ടുണ്ട്. PSCയുടെയും ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. കാരണം ആദ്യത്തെ ഇങ്ങനെ കുറേയുള്ള ചർച്ചകളുടെ ഭാഗമായിട്ടാണ് LDC LGS റാങ്ക് ലിസ്റ്റുകളുടെ മെയിൻ പരീക്ഷയ്ക്ക് ഇരുത്താനുള്ളവരുടെ റാങ്ക് ലിസ്റ്റ് അല്ല, LDC LGS പ്രിലിംസ് കഴിഞ്ഞിട്ട് 10th പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻ പരീക്ഷയ്ക്ക് ഇരുത്താനുള്ളവരുടെ എണ്ണം വർദ്ധിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ലിസ്റ്റുകളിലും PSC കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തും എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ഉദ്യോഗാർത്ഥികളും അവരുടെ കഴിയുന്ന രീതിയിൽ ഉള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ പ്രശ്നം ഇനിയും കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ, കൂടുതൽ നിയമനങ്ങൾ നടക്കട്ടെ. എന്തു തന്നെ ആയാലും വെറുതെ ഇരുന്നതോ കറക്കിക്കുത്തിയോ ആയുള്ള ആളുകൾക്കൊന്നും ഈ അടുത്ത കാലത്തും ജോലി കിട്ടിയിട്ടില്ല. ഇപ്പോഴത്തെ പുതിയ സമ്പ്രദായത്തിൽ എന്തായാലും കിട്ടാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് കട്ട് ഓഫ് താഴ്ത്തിയാൽ പോലും പഠിച്ചവർക്ക് മാത്രമാണ് അപ്പോഴും ജോലി ലഭിക്കുക. അതുകൊണ്ട് നമുക്ക് അടുത്ത വർഷം, അതായത് നമ്മുടെ പുതുവർഷം, ആ രീതിയിൽ ഒരുപാട് ആളുകൾ ജോലിക്ക് കയറുന്ന രീതിയിലുള്ളൊരു വർഷമാകട്ടെ, ഒരുപാട് ആളുകളുടെ സ്വപ്നം സബലീകരിക്കുന്നൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.